മറ്റൊരു ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ശങ്കരാചാര്യർ രചിച്ച സൗന്ദര്യ ലഹരിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാട് നിർവഹിച്ച പരിഭാഷയെക്കുറിച്ചുള്ള ഒരു ചെറിയ പോഡ്കാസ്റ്റാണിത്. 2026 ജൂൺ 21 പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ഈ പരിഭാഷ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദിശങ്കരൻ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നാണ് പൊതുവെ ഗണിക്കപ്പെടുന്നത്. വേദാന്ത പണ്ഡിതനും ദാർശനികനും അദ്വൈത ആചാര്യനുമായിരുന്ന ശങ്കരാചാര്യരാൽ വിരചിതമാണ് സൗന്ദര്യലഹരി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ത്രിപുരസുന്ദരിയായ പാർവതിക്കുള്ള സൗന്ദര്യപൂജയായി ശങ്കരാചാര്യർ എഴുതിയ കൃതിയാണ് ഇപ്പോൾ മൗലികമായ പ്രതിഭാസ്പർശത്തോടുകൂടി ബാലചന്ദ്രൻ ചുള്ളിക്കാട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളിയുടെ ഈ പ്രിയങ്കര കവി ഈ പരിഭാഷ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ആമുഖമായി എഴുതിയ ഒരു ചെറിയ കുറിപ്പിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാനിപ്പോൾ ഒന്ന് വായിക്കുകയാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഞാൻ കാക്കനാടൻ്റെ ശ്രീചക്രം എന്ന കഥ വായിക്കുന്നതും KV ഹരിദാസിൻ്റെ നിയോ താന്ത്രിക് ചിത്രങ്ങൾ കാണുന്നതും. ഇവയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ആദ്യമായി വായിക്കുന്നത്. സംസ്കൃത ഭാഷ അറിയാത്ത എനിക്ക് മഹാകവി കുമാരനാശാൻ്റെ പരിഭാഷയും കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ വ്യാഖ്യാനവുമായിരുന്നു അന്ന് ആശ്രയം. അരനൂറ്റാണ്ടിന് ശേഷം ഈയിടെ സൗന്ദര്യലഹരി ഒരിക്കൽ കൂടി വായിക്കാനിടയായി. അതെനിക്ക് ആദിരൂപമായ ഒരു ലാവണ്യാനുഭൂതിയായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി, നിലനിൽപ്പ്, വിലയം എന്നിവയുടെ കാരണത്തിന് പ്രാചീന കാവ്യഭാവന കൽപ്പിച്ച മഹാബിംബമാണ് സൗന്ദര്യലഹരിയുടെ കേന്ദ്രബിന്ദുവായ മഹാത്രിപുരസുന്ദരി എന്നെനിക്ക് തോന്നി. മന്ത്രതന്ത്ര യന്ത്രാത്മകമായ ഭാവനാജ്വാല കൊണ്ടാണ് സ്ഥലകാല സീമകളെ കടന്നു നിൽക്കുന്ന ആ കാവ്യസ്വരൂപം കവി വരച്ചിട്ടിരിക്കുന്നത്. സാധകർക്ക് ഇതൊരു താന്ത്രിക ഗ്രന്ഥമായിരിക്കാം. എനിക്കിത് ഭാവപ്രതീക നിബിഡമായ ഒരു ഗൂഢകാവ്യമാണ്. അങ്ങനെ പ്രാചീന കാവ്യഭാവന നിർമ്മിച്ച ഒരു മഹാകാവ്യബിംബത്തിനെ ഭാവപ്രതീക നിബിഡമായ ഒരു ഗൂഢകാവ്യം എന്ന് ബാലചന്ദ്രൻ കരുതുന്ന ഒരു സൗന്ദര്യലഹരിയെയാണ് അദ്ദേഹം ഇപ്പോൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പ്രാചീന കാവ്യഭാവനയ്ക്ക് 2026 മലയാളത്തിൽ ഒരു പരിഭാഷയുണ്ടാവുകയാണ്. അതിനെ സൂക്ഷ്മമായി ഒന്ന് നോക്കുവാനാണ് ഈ പോഡ്കാസ്റ്റ് തയ്യാറാക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആദ്യ 3 ശ്ലോകങ്ങൾക്ക് നൽകിയ പരിഭാഷകളെ ശങ്കരാചാര്യരുടെ മൂലകൃതിയിലെ ആദ്യ 3 ശ്ലോകങ്ങളോടും കുമാരനാശൻ്റെ തർജ്ജമയോടും ഒപ്പം വായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. തൃപ്പൂണിത്തറ തെക്കേയമ്പാടിയിൽ മീനാക്ഷിയമ്മ സൗന്ദര്യലഹരിക്ക് എഴുതിയ സുഖബോധിനി ഭാഷാ വ്യാഖ്യാനവും ഈ ശ്ലോകങ്ങളുടെ അർത്ഥം വ്യക്തമാക്കാനായി ഞാൻ അവലംബിച്ചിട്ടുണ്ട്. ആദ്യം ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയുടെ അതായത് മൂലകൃതിയിലെ ആദ്യ സംസ്കൃത ശ്ലോകം ഞാൻ വായിക്കുകയാണ്. ശിവശക്തിയാ യുക്തോ യതി ഭവതി ശക്താ പ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശലാ സ്പന്ദിതുമപി അസത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യാ പ്രഭവതി. ഇതാണ് ശങ്കരാചാര്യരുടെ ആദ്യ ശ്ലോകം. ആ ശ്ലോകത്തിന് അമ്പാടിയിൽ മീനാക്ഷിയമ്മ സുഖബോധിനി വ്യാഖ്യാനത്തിൽ എഴുതിയ സാരം ഞാനിനി വായിക്കാം. അതായത് ഇപ്പോൾ ഞാൻ വായിച്ച സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാളത്തിലുള്ള സാരം. അല്ലയോ ഭഗവതി,
നിഷ്കള ബ്രഹ്മരൂപിയായ പരമശിവൻ ശക്തിസ്വരൂപിണിയായ നിന്ദുരുവടിയോട് യുക്തനായി ഭവിച്ചുവെങ്കിൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടിയാദി കർമ്മങ്ങൾക്ക് ശക്തനായി ഭവിക്കുകയുള്ളൂ. ഒന്നുകൂടി വായിക്കാം. അല്ലയോ ഭഗവതി, നിഷ്കള ബ്രഹ്മരൂപിയായ പരമശിവൻ ശക്തിസ്വരൂപിണിയായ നിന്ദുരുവടിയോട് യുക്തനായി ഭവിച്ചുവെങ്കിൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടിയാദി കർമ്മങ്ങൾക്ക് ശക്തനായി ഭവിക്കുകയുള്ളൂ. അങ്ങനെ അല്ല എങ്കിൽ ആ ദേവൻ ഇളകുവാൻ പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല. അതിനാൽ വിഷ്ണു, രുദ്രൻ, ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാരാൽ പോലും ഉപാസിക്കപ്പെടാൻ യോഗ്യയായ നിന്ദുരുവടിയെ നമസ്കരിക്കുവാനോ സ്തുതിപ്പാനോ പൂർവജന്മങ്ങളിൽ ധാരാളം സുകൃതം ചെയ്യാത്തവൻ എങ്ങനെ ത്രാണിയുള്ളവനായി ഭവിക്കും? ഇതാണ് ഈ ആദ്യ ശ്ലോകത്തിൻ്റെ സാരം. ഇനി ഞാൻ മഹാകവി കുമാരനാശാൻ ഈ ശ്ലോകത്തിന് നൽകിയ ഭാഷാന്തരം, പരിഭാഷ വായിക്കാം. ചൊല്ലേറും ശക്തിയോടൊത്തിഹ ശിവൻ അഖിലം ചെയ്യുവാൻ ശക്തനാകുന്നു, അല്ലെന്നാൽ ചെറ്റനങ്ങുന്നതിനും അറിയില്ല ദേവനാളല്ലയോ. മല്ലാക്ഷൻ ശംഭു മുമ്പാം മഹിതി വിഭുതരാൽ മാന്യയാം നിന്നെ വാഴ്ത്തിച്ചൊല്ലാനും കുമ്പിടാനും ജനനി പുനരിതാർക്കാവൂ പുണ്യം പുറഞ്ഞാൽ. ഞാൻ കുമാരനാശാൻ്റെ തർജ്ജമ ഒന്നുകൂടി വായിക്കാം. ചൊല്ലേറും ശക്തിയോടൊത്തിഹ ശിവൻ അഖിലം ചെയ്യുവാൻ ശക്തനാകുന്നു, അല്ലെന്നാൽ ചെറ്റനങ്ങുന്നതിനും അറിയില്ല ദേവനാളല്ലയോ. മല്ലാക്ഷൻ ശംഭു മുമ്പാം മഹിതി വിഭുതരാൽ മാന്യയാം നിന്നെ വാഴ്ത്തിച്ചൊല്ലാനും കുമ്പിടാനും ജനനി പുനരിതാർക്കാവൂ പുണ്യം പുറഞ്ഞാൽ. ഇനി 2026 ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ ശ്ലോകത്തിന് ചെയ്ത പരിഭാഷ. ശക്തി ചേരുമ്പോഴേ ജഗൽ സൃഷ്ടിക്കു ശക്തനായി ഭവിക്കൂ സദാശിവൻ. ശക്തി ചേരുമ്പോഴേ ജഗൽ സൃഷ്ടിക്കു ശക്തനായി ഭവിക്കൂ സദാശിവൻ. ശക്തിയില്ലെങ്കിൽ നിഷ്ക്രിയൻ ശങ്കരൻ, നിത്യനർത്തകനാമവൻ നിശ്ചലൻ. ആകയാൽ പ്രണമിക്കുന്നു ദേവിയെ നീലകണ്ഠനും ബ്രഹ്മനും വിഷ്ണുവും. അത്ര മാഹാത്മ്യമുള്ള ശിവാനിയെ സ്തോത്രപൂജാദി ചെയ്യണമെങ്കിലോ മർത്യനായി പിറന്നവനേവനും എത്ര മുജ്ജന്മ പുണ്യമുണ്ടാകണം. ബാലചന്ദ്രൻ്റെ പരിഭാഷ, ആ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഞാൻ ഒന്നുകൂടി വായിക്കാം. ശക്തി ചേരുമ്പോഴേ ജഗൽ സൃഷ്ടിക്കു ശക്തനായി ഭവിക്കൂ സദാശിവൻ. ശക്തിയില്ലെങ്കിൽ നിഷ്ക്രിയൻ ശങ്കരൻ, നിത്യനർത്തകനാമവൻ നിശ്ചലൻ. ആകയാൽ പ്രണമിക്കുന്നു ദേവിയെ നീലകണ്ഠനും ബ്രഹ്മനും വിഷ്ണുവും. അത്ര മഹാത്മ്യമുള്ള ശിവാനിയെ സ്തോത്രപൂജാദി ചെയ്യണമെങ്കിലോ മർത്യനായി പിറന്നവനേവനും എത്ര മുജ്ജന്മ പുണ്യമുണ്ടാകണം. ഇനി ഞാൻ മൂലകൃതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിലെ 2ാമത്തെ ശ്ലോകം, സംസ്കൃതത്തിലുള്ള ശ്ലോകം ഞാൻ വായിക്കാൻ ശ്രമിക്കുകയാണ്. തനീയാസം പാസും തവചരണ പങ്കേരുഹ ഭവം വിരിഞ്ച സജ്ജിൻവൻ വിരചയതി ലോകാനവികലം. വഹത്യേനം ശൗരിഹി കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുധൈനം ഭജതി ഭസിതോദ്ദൂലനവിധിം. സംസ്കൃത ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. തനീയാസം പാസും തവചരണ പങ്കേരുഹ ഭവം വിരിഞ്ച സജ്ജിൻവൻ വിരചയതി ലോകാനവികലം. വഹത്യേനം ശൗരിഹി കഥമപി സഹസ്രേണ ശിരസാം ഹരസംക്ഷുധൈനം ഭജതി ഭസിതോദ്ദൂലനവിധിം. ഈ ശ്ലോകത്തിന് അമ്പാടി മീനാക്ഷിയമ്മ സുബോധിനി വ്യാഖ്യാനത്തിൽ എഴുതിയ സാരം ഞാൻ വായിക്കുകയാണ്. ഇത് സുബോധിനി ഭാഷാ വ്യാഖ്യാനത്തിലെ ഈ ശ്ലോകത്തിൻ്റെ സാരമാണ്. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ നിന്നുണ്ടായതും ചെറുതിലും ചെറുതുമായ ഒരു പൊടിയെ സമ്പാദിച്ചിട്ട് ബ്രഹ്മാവ് ഈ ലോകങ്ങളെ എല്ലാം ന്യൂനത കൂടാതെ സൃഷ്ടിക്കുന്നു. ആദിശേഷരൂപിയായ വിഷ്ണു തൻ്റെ 1000 ശിരസ്സുകൊണ്ട് ഇതിനെ താങ്ങി രക്ഷിക്കുന്നു. സംഹാര രുദ്രരൂപിയായ ഹരൻ ലോകരൂപിയായ ഈ പൊടിയെ ലലാട അഗ്നിയിൽ ദഹിപ്പിച്ച് ഭസ്മമായി ധരിക്കുന്നു. ഞാൻ ഈ സാരം ഒന്നുകൂടി വായിക്കാം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ പാതാരവിന്ദങ്ങളിൽ നിന്നുണ്ടായതും ചെറുതിലും ചെറുതുമായ ഒരു പൊടിയെ സമ്പാദിച്ചിട്ട് ബ്രഹ്മാവ് ലോകങ്ങളെ ന്യൂനത കൂടാതെ സൃഷ്ടിക്കുന്നു. ആദിശേഷരൂപിയായ വിഷ്ണു തൻ്റെ 1000 ശിരസ്സുകൊണ്ട് ഇതിനെ താങ്ങി രക്ഷിക്കുന്നു.
സംഹാര രുദ്രരൂപിയായ ഹരൻ ലോകരൂപിയായ ഈ പൊടിയെ ലലാടാഗ്നിയിൽ ദഹിപ്പിച്ച് ഭസ്മമാക്കി ധരിക്കുന്നു. ഇനി സൗന്ദര്യലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകത്തിന് മഹാകവി കുമാരനാശാൻ ചെയ്ത തർജുമ അതാണ് ഞാൻ വായിക്കുന്നത്. നിൻ പാദാംഭോരുഹത്തീന്നിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം സമ്പാദിച്ചിട്ട് ധാതാവ് അഖില ഭുവനവും ദേവി സൃഷ്ടിച്ചിടുന്നു. നിൻ പാദാംഭോരുഹത്തീന്നിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം സമ്പാദിച്ചിട്ട് ധാതാവ് അഖില ഭുവനവും ദേവി സൃഷ്ടിച്ചിടുന്നു. അംഭോജാക്ഷൻ പണിപ്പെട്ടതിനെ അധ ശിരസ്സായിരം കൊണ്ടുമാളുന്നമ്പിൽ ധൂളീകരിച്ചിട്ട് അമലഭസിതമാം ഈശനും പൂശിടുന്നു. അംബോജാക്ഷൻ പണിപ്പെട്ടതിനെ അധ ശിരസ്സായിരം കൊണ്ടുമാളുന്നമ്പിൽ ധൂളീകരിച്ചിട്ട് അമലഭസിതമായി ഈശനും പൂശിട്ടുന്നു. ആശാൻ്റെ തർജ്ജമ ഞാൻ ഒന്നുകൂടി വായിക്കാം. നിൻ പാദാംഭോരുഹത്തീന്നിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം സമ്പാദിച്ചിട്ടു ധാതാവ് അഖില ഭുവനവും ദേവി സൃഷ്ടിച്ചിടുന്നു. അംഭോജാക്ഷൻ പണിപ്പെട്ടതിനെ അധ ശിരസ്സായിരം കൊണ്ടുമാളുന്നമ്പിൽ ധൂളീകരിച്ചിട്ട് അമലഭസിതമായി ഈശനും പൂശിട്ടുന്നു. ഇനി 2026 ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകത്തിന് നൽകിയ മലയാള പരിഭാഷ ഞാൻ വായിക്കാം. അംബ നിൻ പാദപത്മജധൂളിയെ സഞ്ചയിച്ചു വിരിഞ്ചൻ രചിക്കുന്നു. കൃത്യമായി 14 ലോകങ്ങൾ കൂട്ടിമുട്ടാതെ തമ്മിൽ കലരാതെ. വിഷ്ണുവിൻ്റെ സഹസ്രശിരസിനാൽ രക്ഷിതമാകുമീ ലോകസഞ്ചയം. കൽപ്പകാലാവസാന പ്രളയത്തിൽ ഭസ്മമാക്കി ധരിക്കുന്നു ധൂർജടി. ബാലചന്ദ്രൻ്റെ പരിഭാഷ ഞാൻ ഒന്നുകൂടി വായിക്കാം. അംബ നിൻ പാദപത്മജധൂളിയെ സഞ്ചയിച്ചു വിരിഞ്ചൻ രചിക്കുന്നു. കൃത്യമായി 14 ലോകങ്ങൾ കൂട്ടിമുട്ടാതെ തമ്മിൽ കലരാതെ. വിഷ്ണുവിൻ്റെ സഹസ്രശിരസിനാൽ രക്ഷിതമാകുമീ ലോകസഞ്ചയം. കൽപ്പകാലാവസാന പ്രളയത്തിൽ ഭസ്മമാക്കി ധരിക്കുന്നു ധൂർജടി. ഇനി നമ്മൾ മൂലകൃതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരിയിലെ മൂന്നാമത്തെ സംസ്കൃത ശ്ലോകം. അവിദ്യാനാം അന്തസ്ഥിമിരമിഹിരദ്വീപനഗരി ജഡാനാം ചൈതന്യസ്തബകമകരന്ദശ്രുതിച്ഛരി ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര മുരരിപുവരാഹസ്യ ഭവതി. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. അവിദ്യാനാം അന്തസ്ഥിമിരമിഹിരദ്വീപനഗരി ജഡാനാം ചൈതന്യസ്തബകമകരന്ദശ്രുതിച്ഛരി ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദംഷ്ട്ര മുരരിപുവരാഹസ്യ ഭവതി. ഇനി അമ്പാടി മീനാക്ഷിയമ്മയുടെ സുഖബോധിനി ഭാഷാവ്യാഖ്യാനത്തിലെ ഈ മൂന്നാം ശ്ലോകത്തിൻ്റെ സാരം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ ഈ പാതാരവിന്ദ പാംസു അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നതായ സൂര്യൻ്റെ ഉദയസ്ഥാനമായ സമുദ്രമധ്യത്തിലുള്ള നഗരിയാകുന്നു. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ ഈ പാതാരവിന്ദ പാംസു അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്നതായ സൂര്യൻ്റെ ഉദയസ്ഥാനമായ സമുദ്രമധ്യത്തിലുള്ള നഗരിയാകുന്നു. മന്ദബുദ്ധികൾക്ക് ദൃശ്യാദൃശ്യ വസ്തു വിവേകമാകുന്ന പൂങ്കുലയിൽ നിന്നൊഴുകുന്ന തേനിൻ്റെ പ്രവാഹമാകുന്നു. നിർധനന്മാർക്ക് ആഗ്രഹിച്ചതൊക്കെ കൊടുക്കുന്ന ചിന്താരത്ന സമൂഹമാകുന്നു. ജനന മരണരൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കുഴങ്ങുന്നവർക്ക് വരാഹരൂപിയായ വിഷ്ണുവിൻ്റെ തേറ്റയും ആകുന്നു. ഇതാണ് സുഖബോധിനി ഭാഷാവ്യാഖ്യാനത്തിലെ സാരം. ഇനി നമുക്ക് കുമാരനാശാൻ ഈ ശ്ലോകത്തിന് നൽകിയ തർജ്ജമ വായിക്കാം. ആദിത്യദ്വീപമല്ലോ ഭവതി ഇരുളകറ്റാൻ അവിദ്യാവശനും ചൈതന്യ പൂങ്കുലയ്ക്കുള്ളൊഴുകിയ ചെറുതേൻ കേണിയല്ലോ ജഡനും ഏതാനും സ്വത്തുമില്ലാത്തവന് അരിയ ചിന്താമണി ശ്രേണിയല്ലോ മാതാ ജന്മാബ്ധിയാഴുന്നവനും ഇഹ മഹാദംഷ്ട്രിതൻ ദംഷ്ട്രയല്ലോ.
ആശാൻ്റെ ഈ തർജ്ജമ ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. ആദിത്യദ്വീപമല്ലോ ഭവതി ഇരുളകറ്റാൻ അവിദ്യാവശനും, ചൈതന്യ പൂങ്കുലയ്ക്കുള്ളൊഴുകിയ ചെറുതേൻ കേണിയല്ലോ ജഡനും, ഏതാനും സ്വത്തുമില്ലാത്തവനും അരിയ ചിന്താമണി ശ്രേണിയല്ലോ, മാതാ ജന്മാബ്ധിയാഴുന്നവനും ഇഹ മഹാദംഷ്ട്രിതൻ ദംഷ്ട്രയല്ലോ. ഇനി ഞാൻ 2026 ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരിയിലെ 3-ാമത്തെ ശ്ലോകം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വായിക്കാം. അന്തരംഗ തിമിരം ഹരിക്കുന്ന സിന്ധു സൂര്യോദയ സ്ഥാനമാണു നീ, അന്തരംഗ തിമിരം ഹരിക്കുന്ന സിന്ധു സൂര്യോദയ സ്ഥാനമാണു നീ, ബുദ്ധിമാന്ദ്യഹരം ബോധകൽപ്പക വൃക്ഷ പുഷ്പമധുധാരയാണു നീ, ബുദ്ധിമാന്ദ്യഹരം ബോധകൽപ്പക വൃക്ഷ പുഷ്പമധുധാരയാണു നീ, നിസ്വരാഗ്രഹിക്കുന്നതു നൽകുവാൻ കൽപ്പെഴുന്ന ചിന്താമണിയാണു നീ, ക്ഷുബ്ധമായ സംസാരസമുദ്രത്തിൽ മഗ്നരായോരെ ഉദ്ധരിക്കാൻ മഹാവിഷ്ണുവിൻ അവതാരമാം സൂകരമൂർത്തിയെന്തും കൊടും തേറ്റയാണു നീ. ബാലചന്ദ്രൻ്റെ ഈ പരിഭാഷ ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. അന്തരംഗ തിമിരം ഹരിക്കുന്ന സിന്ധു സൂര്യോദയ സ്ഥാനമാണു നീ, ബുദ്ധിമാന്ദ്യഹരം ബോധകൽപ്പക വൃക്ഷപുഷ്പമധുധാരയാണു നീ, നിസ്വരാഗ്രഹിക്കുന്നതു നൽകുവാൻ കൽപ്പെഴുന്ന ചിന്താമണിയാണു നീ, ക്ഷുബ്ധമായ സംസാരസമുദ്രത്തിൽ മഗ്നരായോരെ ഉദ്ധരിക്കാൻ മഹാവിഷ്ണുവിൻ അവതാരമാം സൂകരമൂർത്തിയെന്തും കൊടും തേറ്റയാണു നീ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭാഷാവിവർത്തനത്തിൻ്റെ ഒരു പരിമിത ആസ്വാദനമാണ്. അതിൻ്റെ ആദ്യ 3 ശ്ലോകങ്ങളുടെ മാത്രം ഒരു പരിമിത ആസ്വാദനമാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടത്. ആദ്യ 3 ശ്ലോകങ്ങൾ ശങ്കരാചാര്യരുടെ മൂലകൃതിയിൽ നിന്ന് വായിക്കുക. അതിനുശേഷം അമ്പാടി മീനാക്ഷി അമ്മ എഴുതിയ സുഖബോധിനി വ്യാഖ്യാനത്തിലെ ഈ ശ്ലോകങ്ങൾക്കുള്ള സാരം വായിക്കുക. അതിനുശേഷം കുമാരനാശാൻ സൗന്ദര്യലഹരിക്ക് നൽകിയ പരിഭാഷയിലെ ഈ ആദ്യ 3 ശ്ലോകങ്ങളുടെ പരിഭാഷ വായിക്കുക. അതിനുശേഷം ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന പരിഭാഷ വായിക്കുക. ഇതായിരുന്നു ഈ പോഡ്കാസ്റ്റിൻ്റെ ഫ്രെയിംവർക്ക്. ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.